നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജില്ലയിൽ അപകടം പതിവാകുന്നു. മാച്ചേരിയിൽ കുളിക്കാനിറങ്ങിയ 2 വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു. മാനന്തേരിയിൽ കാർ നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ച് സ്ത്രീക്ക് ദാരുണാന്ത്യം. CPM നേതാക്കൾക്കെതിരെയുള്ള ആരോപണം അന്വേഷിക്കണമെന്ന് സണ്ണി ജോസഫ് MLA. മനു തോമസിന്റെ വെളിപ്പെടുത്തൽ ഗൗരവതരം. കാര്യങ്ങൾ പാർട്ടിയിൽ ഒതുങ്ങില്ല. സർക്കാർ തല അന്വേഷണം വേണമെന്നും സണ്ണി ജോസഫ്. രാമപുരത്തെ ആസിഡ് ചോർച്ച. 10 നഴ്സിംഗ് വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ ചോർന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ്. സംഭവം മറ്റൊരു ടാങ്കറിലേക്ക് മാറ്റുന്നതിനിടെ. വാർത്തകൾ വിശദമായി. മാച്ചേരി നമ്പ്യാർ പീടികയ്ക്ക് സമീപം 2 വിദ്യാർത്ഥികൾ കുളത്തിൽ വീണു മരിച്ചു. മൗവഞ്ചേരി കാട്ടിൽ പുതിയപുരയിൽ മിസ്ബുൾ ആമിർ, മാച്ചേരി അനുഗ്രഹിൽ ആദിൽ ബിൻ മുഹമ്മദ് എന്നിവരാണ് മരിച്ചത്. ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു സംഭവം. ഉടൻ തന്നെ സമീപത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. കണ്ണൂരിൽ നിന്നും ഫയർഫോഴ്സും ചക്കരക്കൽ പോലീസും സംഭവ സ്ഥലത്തെത്തി. ഇവർക്കൊപ്പമുണ്ടായിരുന്ന മറ്റൊരു കുട്ടി സമീപത്തെ വീട്ടിലെത്തി വിവരം അറിയിക്കുകയായിരുന്നുവെന്ന് തൊഴിലാളികൾ പറഞ്ഞു. വീട്ടിൽ ജോലി വർക്ക് ചെയ്യുന്നതിന് ടൈൽസിൻ്റെ പണിക്ക്. അപ്പോൾ ഒരു കുട്ടി വന്നിട്ട് പറഞ്ഞ് 2 കുട്ടികൾ കുളത്തിൽ വീണിട്ടുണ്ട്. കുറേ സമയം കഴിഞ്ഞിട്ട് അതാണ് തോന്നിയിരുന്നു. വേറെ സ്ഥലത്തേക്ക് പോകുന്നു. അപ്പോൾ നമ്മൾ പാഞ്ഞു നോക്കുമ്പോൾ 4 ചെരുപ്പ് വെള്ളത്തിൽ. അപ്പോൾ പറഞ്ഞ എന്തായാലും അടിയിലുണ്ട്. പിന്നെ നമ്മൾ മുങ്ങി. പിന്നെ ചളിയിലുള്ള ഇതാണ് കുളമാണ്. നമുക്ക് ശ്വാസം കിട്ടണ്ടേ. കുട്ടീനെ ഞാനെടുത്ത് കുറേ ആൾക്കാരെല്ലാം വന്നു. ആരെല്ലാം കൂടിയിട്ട് വേറെ കുട്ടി ഇല്ല. കുട്ടി വയറ്റിൽ അമർത്തി പോകുമ്പോൾ നല്ലോണം ഛർദ്ദിച്ചില്ലേ. നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു രക്ഷപ്പെടുന്നുള്ള. ആദ്യത്തെ കുട്ടീനെ രക്ഷപ്പെടുന്നുള്ള പ്രതീക്ഷയുണ്ട്. അങ്ങനെ പോയി പറഞ്ഞു. അടുത്ത വീട്ടിൽ ജോലി ചെയ്യുന്നവരാണ് കുട്ടികളെ കരയിലെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചത്. പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി സംഭവസ്ഥലം സന്ദർശിച്ച് മരണത്തിൽ അനുശോചനം അറിയിച്ചു. ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാവരും സ്വീകരിക്കുന്നതിന് വേണ്ടി ഈ സംഭവം ജാഗ്രതയും നമ്മളെല്ലാം ഒരുപോലെ സ്വീകരിക്കേണ്ടതുണ്ട്. വാർഡ് കൗൺസിലർ VK ശ്രീലത, TK രാജേഷ് എന്നിവരും സ്ഥലം സന്ദർശിച്ചു. നിലവിളി നോക്കുന്നു. ഏട്ടാന്ന് പറഞ്ഞിട്ട് 2 കുട്ടികളുടെ കുളത്തിൽ പോയിട്ട് ഇന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ വീട്ടിൽ ടൈലിൻ്റെ പണി ആദ്യം 2 മുങ്ങിപ്പോയി. അടിയിൽ മുങ്ങിപ്പോയി. ചളിയിലുണ്ട്. അപ്പോൾ മുങ്ങി ഏതാണ്ട് ഒരാളെ കിട്ടി. നമ്മൾ പണിക്കാരൻ തന്നെ എടുത്തു. അപ്പോൾ എടുത്തിട്ട് ഒരു ഓട്ടോക്കാരനുണ്ട്. അവർ വണ്ടിയിലാണ് കൊണ്ടുപോയത് ഹോസ്പിറ്റലിലേക്ക്. മറ്റേ കുട്ടി ആരും എടുത്തെന്നറിയില്ല. കുറച്ച് സമയം കഴിഞ്ഞ് ആംബുലൻസിലേക്ക് കൊണ്ടുപോയി. കൂത്തുപറമ്പ് മാനന്തേരി സത്രത്തിന് സമീപം കാർ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് സ്ത്രീ മരിച്ചു. ഇരിട്ടി അയ്യപ്പൻകാവ് പാലത്തിന് സമീപത്തെ KV റഷീദിന്റെ ഭാര്യ പുറക്കാനോട്ട് ജമീലയാണ് മരിച്ചത്. ജമീലയുടെ മകൾ ജംഷീദ, ജംഷീറയുടെ ഭർത്താവ് അബ്ദുൾ ജബ്ബാർ, മകൻ മുഹമ്മദ് ജാസിർ, ബന്ധു മുരിങ്ങോടിയിലെ മുഹമ്മദ് മിർഷാദ് എന്നിവരെ പരിക്കുകളോടെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശനിയാഴ്ച 12 മണിയോടെയായിരുന്നു സംഭവം നടന്നത്. വീട്ടിൽ നിന്നും വീണ് പരിക്കേറ്റ ജാഫിറിനെ കണ്ണൂരിലെ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത്. രോഗിയായ അമ്മയെ കഴുത്തുഞെരിച്ചു കൊല്ലാൻ ശ്രമിച്ച മകനെ അറസ്റ്റ് ചെയ്തു. ചെറുപുഴ ഭൂതത്താനത്തെ സതീശനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അമ്മയെ തലയ്ക്കും കഴുത്തിനും ഗുരുതരമായ പരിക്കേറ്റ നിലയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. അർബുദ രോഗി കൂടിയായ നാരായണിയെ പരിചരിക്കാനാവുന്നില്ല എന്നാണ് പ്രതി പോലീസിന് മൊഴി നൽകിയത്. പാറക്കണ്ടി ബീവറേജസിൽ ജീവനക്കാരെ ആക്രമിച്ച സംഭവത്തിൽ ടൗൺ പോലീസ് കേസെടുത്തു. അക്രമികളായ 2 പേരെ ടൗൺ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കുഴിക്കുന്ന് സ്വദേശി KP അയ്യൂബ്, ചാലാട് സ്വദേശി ഡിജിത്ത് എന്നിവരെയാണ് പിടികൂടിയത്. ബീവറേജസിൽ ജീവനക്കാരെ സോഡാ കുപ്പി ഉപയോഗിച്ച് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു എന്നതാണ് ഇവർക്കെതിരെയുള്ള കേസ്. ഷോപ്പ് ഇൻചാർജ് V സുബീഷ്, ജീവനക്കാരി വത്സല എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. ഇവർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വ്യാഴാഴ്ച രാത്രി 10:30ഓടെയാണ് സംഭവം നടന്നത്. ഷോപ്പ് അടച്ചു പോകുമ്പോഴായിരുന്നു ആക്രമണം. പിടിയിലായവർ സ്ഥിരം പ്രശ്നക്കാരാണെന്നും ക്യൂവിൽ നിൽക്കാൻ പറഞ്ഞ വിരോധത്തിൽ ആക്രമിക്കുകയായിരുന്നുവെന്നും സുബീഷ് വെള്ളിയാഴ്ച രാവിലെ ടൗൺ പോലീസിൽ പരാതി നൽകിയ ശേഷം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു. അക്രമികൾ ഇരുമ്പുവടിയും സോഡാ കുപ്പിയുമായാണ് എത്തിയത്. ഇരുമ്പുവടി പിടിച്ചു വാങ്ങിയതിനാലാണ് കൂടുതൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടതെന്നും സുബീഷ് പറഞ്ഞു. അപ്പോൾ അങ്ങനെയെല്ലാം ഉണ്ടാകാതിരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ചില വിഷയങ്ങളുണ്ടാവുക സാധാരണ സ്വാഭാവികമായിട്ടുണ്ടാകും. നേരത്തെ
ഇല്ല. ഇതിപ്പോ അവരെന്ന് സ്ഥിരമായിട്ട് ഇത് എന്നുവെച്ചാൽ നമ്മളിപ്പോ ഈ മദ്യം കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നമുണ്ട്. അപ്പൊ ഇവര് സ്ഥിരം ഇങ്ങനെ തന്നെയാണ്. ഇതിനോട് ക്യൂ നിൽക്കാൻ പറഞ്ഞതിലുള്ള ദേഷ്യമാണല്ലേ? അതെ, സാധാരണ രീതിയിൽ നമ്മളെ ഈ ബാരിക്കേഡെല്ലാം വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ ഈ പ്രത്യേകിച്ച് കുറച്ച് പരിചയക്കുറവുള്ള ആൾക്കാരിലാകുമ്പോൾ ക്യൂ നിൽക്കാണ്ട് വന്ന് അപ്പുറം വരുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് ഷോർട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ, അതായത് നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം പണിയെടുത്തിട്ട് ഇതിനകത്ത് ബില്ലിങ്ങിൽ ഷോർട്ട് വരുമെന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമമുള്ള കാര്യം. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്താണ് ഇവരെ പോലെയുള്ള ആൾക്കാർ സൈഡിലേക്ക് കൂടെ വന്നിട്ട് ഭയങ്കര വിഷയം ഉണ്ടാക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാരെന്ന് വെച്ചാൽ ഇതുപോലെ പ്രതികരിക്കും, ചില ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഭീഷണിപ്പെടുത്തി പോകും. സാധാരണ ഒരു എപ്പോഴും ഇങ്ങനെ വിഷയങ്ങളുണ്ടാവും, പക്ഷേ നമ്മളത് അങ്ങനെ കെയർ ചെയ്യില്ല. പക്ഷേ ഇങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അപൂർവം. കുഴിക്കുന്ന് സ്വദേശി KP അയ്യൂബ്, ചാലാട് സ്വദേശി ഡിജിത്ത് എന്നിവരാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത്. ഇനിയൊരു ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലയിൽ അപകടം പതിവാകുന്നു. മാച്ചേരിയിൽ കുളിക്കാനിറങ്ങിയ 2 വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു. മാനന്തേരിയിൽ കാർ നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ച് സ്ത്രീക്ക് ദാരുണാന്ത്യം. CPM നേതാക്കൾക്കെതിരെയുള്ള ആരോപണം അന്വേഷിക്കണമെന്ന് സണ്ണി ജോസഫ് MLA. മനു തോമസിന്റെ വെളിപ്പെടുത്തൽ ഗൗരവതരം. കാര്യങ്ങൾ പാർട്ടിയിൽ ഒതുങ്ങില്ല. സർക്കാർ തല അന്വേഷണം വേണമെന്നും സണ്ണി ജോസഫ്. രാമപുരത്ത് ആസിഡ് ചോർച്ച. 10 നഴ്സിംഗ് വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ. ചോർന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ്. സംഭവം മറ്റൊരു ടാങ്കറിലേക്ക് മാറ്റുന്നതിനിടെ. പറഞ്ഞ തുക മുഴുവനുണ്ട്, വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെയായി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂം, 5 നിലകൾ, 10,000 സ്ക്വയർ ഫീറ്റ് പാർക്കിംഗ്. മൈജി ഫ്യൂച്ചർ കണ്ണൂർ താണയിൽ. ഹോം അപ്ലയൻസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ, കിച്ചൺ അപ്ലയൻസ് എന്നിവയുടെ കണ്ണു തള്ളുന്ന കളക്ഷൻ, കണ്ണു തള്ളുന്ന വിലക്കുറവിലും ഓഫറുകളിലും. കണ്ണു തള്ളുന്ന ഷോപ്പിംഗ് എക്സ്പീരിയൻസുമായി മൈജിയുടെ ബിഗ്ഗസ്റ്റ് ഫ്യൂച്ചർ ഷോറൂം കണ്ണൂർ താണയിൽ. നമ്മുടെ കണ്ണൂരിന്റെ ഫ്യൂച്ചർ ഇനി വേറൊരു റേഞ്ച് ആവുകയാണ്. ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെയും ഇതുവരെ കാണാത്ത കളക്ഷനുമായി മൈജി ഫ്യൂച്ചർ ഇപ്പോൾ കണ്ണൂർ താണയിൽ. കണ്ണൂരിന്റെ കണ്ണു തള്ളും. ആഘോഷങ്ങൾ എന്നും ഓർമ്മിക്കപ്പെടേണ്ടവയാണ്. അതിനെ മനോഹരമാക്കാൻ ലോകം അംഗീകരിച്ച റെസ്പോൺസിബിൾ ജ്വല്ലറായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന സ്വർണ്ണ വിസ്മയം. വരൂ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നേതാജി റോഡ് ഷോറൂമിൽ നിന്നും ന്യൂ ബസ് സ്റ്റാൻഡ് താവക്കരയിലെ നവീകരിച്ച ഈ സ്വർണ്ണ ശേഖരത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ലോകോത്തര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭവത്തിനൊപ്പം 2% മുതൽ മേക്കിംഗ് ചാർജിൽ തുടങ്ങുന്ന ആഭരണങ്ങളുടെ ഏറ്റവും വലിയ നിര. കൂടാതെ മനസ്സിനിണങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ ലളിതമായ തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കാൻ
ഗോൾഡൻ ബ്ലൂം ഗോൾഡൻ ഗ്ലോ സ്കീമുകൾക്കൊപ്പം വിലയുടെ വെറും 3% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യമൊരുക്കി എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങൾക്കായി തുറന്നു പ്രവർത്തിക്കുന്നു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തയിലേക്ക്. CPM നേതാക്കൾക്കെതിരെ മുൻ ജില്ലാ കമ്മിറ്റി അംഗം മനു തോമസ് ഉന്നയിച്ച ആരോപണം അന്വേഷിക്കാൻ സർക്കാർ തയ്യാറാവണമെന്ന് സണ്ണി ജോസഫ് MLA. കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനകീയ സദസ്സ് കണ്ണൂർ കലക്ടറേറ്റിന് മുന്നിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സണ്ണി ജോസഫ് MLA. മനു ഉന്നയിച്ച കാര്യങ്ങൾ എല്ലാം തന്നെ അത്യന്തം ഗൗരവമുള്ളതാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. മനു തോമസ് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ പാർട്ടി മാത്രം അന്വേഷിക്കേണ്ട കാര്യമല്ല, കേരളത്തിന്റെ നിയമവാഴ്ചയുടെ പ്രശ്നമാണ് മനു തോമസ് പറഞ്ഞിരിക്കുന്നത്. യുവജന കമ്മീഷൻ ചെയർമാൻ, ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പദവികളിൽ ഇരിക്കുന്നവർക്കെതിരെയാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. CPM സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ മാഫിയകളുടെ അവിശുദ്ധ ബന്ധം അന്വേഷിക്കണമെന്നും സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടു. കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനകീയ സദസ്സ് കണ്ണൂർ കലക്ടറേറ്റിന് മുന്നിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സണ്ണി ജോസഫ് MLA. ഇത് കേരളത്തിന്റെ ക്രമസമാധാനത്തിന്റെ വിഷയമാണ്, കേരളത്തിലെ നിയമവാഴ്ചയുടെ വിഷയമാണ്. ഉത്തരവാദിത്തം വഹിക്കുന്ന 2 പദവികളിൽ, സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമുള്ള സ്ഥാനങ്ങളിൽ ഖാദി ബോർഡ് വൈസ് ചെയർമാൻ, യുവജന കമ്മീഷന്റെ ചെയർമാൻ, ഈ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്കെതിരെയാണ് അതീവ ഗൗരവമേറിയ ഈ ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളത്. അതിനെക്കുറിച്ച് MP ജയരാജൻ ജില്ലാ സെക്രട്ടറിക്ക് ഇന്ന് മിണ്ടാട്ടമില്ല. ഈ ടീമിനെ കുറിച്ച് നമുക്കറിയാം. P ജയരാജന്റെ ഈ ടീമിനെ കുറിച്ച് ജയരാജൻ നേതൃത്വം നൽകുന്ന BJ ആർമിയാണ് ഇന്നിപ്പോൾ റെഡ് ആർമിയായിട്ട് മാറിയിട്ടുള്ളത്. അതിനെക്കുറിച്ച് ജില്ലാ സെക്രട്ടറി MP ജയരാജൻ പറഞ്ഞത് എന്താണ്? ആ വാക്കുകൾ ഒരു കാലത്ത് അദ്ദേഹം ജഡ്ജിമാരെ നികൃഷ്ട ജീവികൾ എന്ന് വിളിച്ചാണ് ആക്ഷേപിച്ചത് എങ്കിൽ ഇന്ന് P ജയരാജന്റെ കൂടെ നിൽക്കുന്ന ആളുകളെ MP ജയരാജൻ വിളിക്കുന്നത് എരണം കെട്ടവർ എന്നാണ് വിളിക്കുന്നത്. ആയുധത്തിലെ വിഷയങ്ങൾ CPM വിഭാഗീയതയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ്. അവിടെ മാത്രം തീരുന്നതല്ല, പാർട്ടി മാത്രം അന്വേഷിക്കേണ്ടതല്ല, നാടിന്റെ ക്രമസമാധാനത്തെയും നാടിന്റെ നീതിവാഴ്ചയും ബാധിക്കുന്ന വിഷയമാണ്. സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് നീതിപ്പണം പറ്റുന്നവരാണ് ഈ കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളായവര്. അവർക്കെതിരെയുള്ള വെളിപ്പെടുത്തൽ സംബന്ധിച്ച് ഗുരുതരമായ നിലയിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വരുമ്പോൾ അതിൽ കേസ്. മനു തോമസിന്റെ ആരോപണത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഒറ്റവാക്കിൽ ഉത്തരം നൽകി P ജയരാജൻ. മൗനം വിദ്വാനുഭൂഷണം, മറ്റൊന്നും പറയാനില്ല എന്നായിരുന്നു P ജയരാജന്റെ പ്രതികരണം. ജില്ലാ സെക്രട്ടേറിയറ്റിന് ശേഷം മാധ്യമങ്ങൾക്ക് മുൻപിലായിരുന്നു ജയരാജന്റെ പ്രതികരണം. ആരോപണം നിങ്ങൾക്ക് ഒരുപക്ഷെ ഗുരുതരമായിരിക്കുമെന്നും മാധ്യമപ്രവർത്തകരോട് ജയരാജൻ പറഞ്ഞു. വാരം UP സ്കൂളിലെ 2024-25 അധ്യയന വർഷത്തേക്കുള്ള PTA ജനറൽ ബോഡി യോഗവും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും സ്കൂൾ ഹാളിൽ വെച്ച് നടന്നു. വരവ് ചെലവ് കണക്കും റിപ്പോർട്ട് അവതരണവും ഹെഡ് മിസ്ട്രസ് AO ശ്രീ നിർവഹിച്ചു. PTA പ്രസിഡന്റ് KC രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. K തുഷാർ, പ്രീന തുടങ്ങിയവർ സംസാരിച്ചു. വരവ് ചെലവ് കണക്കും റിപ്പോർട്ട് അവതരണവും ഹെഡ് മിസ്ട്രസ് AO ശ്രീ ടീച്ചർ നിർവഹിച്ചു. തുടർന്ന് മക്കളെ അറിയാൻ എന്ന പേരിൽ രക്ഷിതാക്കൾക്കുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ റിട്ടയർഡ് ഹെഡ് മിസ്ട്രസ് CV ഷീല ക്ലാസുകൾ കൈകാര്യം ചെയ്തു. അതിനെക്കുറിച്ച് നമുക്ക് ആരും പറഞ്ഞു തരുന്നില്ല. പക്ഷേ ഒരു പെൺകുട്ടി ഒരു കുഞ്ഞിനെ ഉദരത്തിൽ ഏറ്റുമ്പോൾ തന്നെ അവിടെ ഒരമ്മ ജനിക്കുകയാണ്, അല്ലേ? അപ്പം മുതൽ നമ്മൾ അതിനെ താലോലിക്കുകയാണ്. അതാണോ പെണ്ണോ എന്ന് പോലും അറിയാതെ നമ്മൾ ആ കുഞ്ഞിനെ ഓമനിച്ചു തുടങ്ങുന്നു. നമ്മൾ മാത്രമല്ല, കുഞ്ഞിൻ്റെ അച്ഛനും. പിന്നീട് അങ്ങോട്ട് നമ്മൾ ആ കുഞ്ഞിനെ വളർത്തുകയാണ്. അത് ഏതുവരെ പോകും? ആ കുഞ്ഞ് സ്വന്തം കാലിൽ അവൻ്റെ ജീവിതം കരുപിടിപ്പിക്കുന്നത് വരെ നമ്മൾ നമ്മുടെ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ വർഷത്തെ പുതിയ പ്രസിഡന്റായി MV ധനേഷിനെയും മദർ PTA പ്രസിഡന്റായി P അജിതയെയും തെരഞ്ഞെടുത്തു. GITD 2022-23 ഓൺലൈൻ ബാച്ചിന്റെ കോൺവൊക്കേഷൻ സെറിമണി ക്യാമ്പസിൽ നടന്നു. രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മുഖ്യാതിഥിയായി സിനിമാ താരം PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ പങ്കെടുത്തു. അവർക്ക് പിന്നീട് പ്രയോജനപ്പെടുത്തി വിദ്യാഭ്യാസങ്ങൾ കടന്നുപോയി നമ്മുടെ പ്രതിഭകളായിട്ട് ഒരുപാട് കുട്ടികളെ കാണാൻ ജാതിയുടെയും മതത്തിൻ്റെയും മതക്കെട്ടുകളൊന്നും ഇല്ലാതെ വിദ്യാർത്ഥികൾ പ്രവർത്തനപ്പെട്ടാൽ അല്ല ലോകാരാധനായ രാഷ്ട്രീയ മഹത്വാകാംക്ഷകളുടെ വാക്കുകൾ കൂടി നോക്കിക്കാം. പ്രകൃതിയുടെ വരദാനമായി ലഭിക്കുന്ന വായു, വെള്ളം, വെളിച്ചം പോലെ എല്ലാവർക്കും കൃത്യമായി ലഭിക്കേണ്ടതാണ് വിദ്യാഭ്യാസം.
അവിടെ ജാതിയില്ല, അവിടെ മതമില്ല, രാഷ്ട്രീയമില്ല, ഒന്നും ഉണ്ടാകരുത്. എല്ലാവർക്കും ആ നിലയിലുള്ള വിദ്യാഭ്യാസ പദ്ധതിയാണ് നിങ്ങൾ ആശ്രയിക്കുന്നത്. അത് നമ്മുടെ കുട്ടികളൊക്കെ വളരെ പ്രതിഭാസന്മാരായിട്ട് കുട്ടികളാണ്. അവർക്കെല്ലാം തന്നെ ഏത് മേഖലയിൽ പോയാലും അവർക്ക് കൊലക്കം നടത്തി വിജയതിലകം പണിയാൻ കഴിയും. GITD മാനേജിംഗ് ഡയറക്ടർ ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. സ്റ്റേറ്റ് കോർഡിനേറ്റർ ഷർലി ധനേഷ്, മാനേജർ ബാലകൃഷ്ണൻ, ജയേഷ് പാണ്ഡ്യാല, ശിശിര, ഐശ്വര്യ വിപിൻ, ദിൻല സുരേന്ദ്രൻ, ബിന്ദു പ്രദീപ്, ഐശ്വര്യ, സിന്ധു ബിപിൻ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് സർട്ടിഫിക്കറ്റുകളുടെ വിതരണവും ടീച്ചർമാർക്കുള്ള ആദരവും നടന്നു. പ്രതിസന്ധികൾ ഉണ്ടാവുമ്പോൾ ആ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ, പ്രശ്നങ്ങൾ ഉണ്ടാവും, പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള വഴി കണ്ടെത്തുക. അങ്ങനെ വഴി കണ്ടെത്തുമ്പോഴാണ് നിങ്ങൾ നേടിയിട്ടുള്ള വിദ്യാഭ്യാസം, അത് നിങ്ങൾ നേടിയിട്ടുള്ള ഇത്രയും കാലം നിങ്ങൾ നേടിയെടുത്തുള്ള എല്ലാ നേട്ടങ്ങളും നിങ്ങൾക്ക് കൈവരിക്കാൻ കഴിയുക. ചിലപ്പോൾ പ്രയാസം ഉണ്ടാവും അല്ലേ, എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. കയറ്റുണ്ടെങ്കിൽ ഇറക്കം ഉണ്ടാവും. പക്ഷെ കയറ്റം കാണുമ്പോൾ വല്ലാതെ പ്രയാസപ്പെടുകയും ഇറക്കം കാണുമ്പോൾ ഓടി ഇറങ്ങുമല്ല. കയറ്റവും ഇറക്കവും ഒക്കെ നമ്മൾക്ക് ജീവിതത്തിൽ ഉണ്ടാവും. ആ ജീവിതത്തിലെ കയറ്റവും ഇറക്കമൊക്കെ നല്ല നിലയിൽ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുമ്പോഴാണ് നമ്മൾ നല്ല മനുഷ്യരാവുക. അപ്പൊ നല്ല മനുഷ്യരാവാൻ കഴിയണം. എല്ലാവരെയും സ്നേഹിക്കാനും ബഹുമാനിക്കാനും കഴിയുന്ന നല്ല മനുഷ്യരാവണം. പാവപ്പെട്ടവരെ കാണുമ്പോൾ ചേർത്ത് പിടിക്കാൻ കഴിയണം. നമ്മൾ ജോലിയുണ്ട്, നമുക്ക് നല്ല വരുമാനമുണ്ട്, നമുക്ക് നല്ല സൗന്ദര്യമുണ്ട്, സൗന്ദര്യമൊക്കെ ആപേക്ഷിക്കാണ് അല്ലേ. അപ്പൊ ഇതൊക്കെ ഉണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ അഹങ്കരിക്കേണ്ടവരല്ല. നമ്മളെക്കാൾ കഷ്ടപ്പെടുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരെ കാണുമ്പോൾ അവരെയും കൂടി ബഹുമാനിക്കാനും സ്നേഹിക്കാനും ഒക്കെ പഠിക്കണം. അവസാനമായി വിദ്യാർത്ഥികളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കലും നടന്നു. വീണ്ടും ഒരു ഇടവേള കൂടി. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലയിൽ അപകടം പതിവാകുന്നു. മാച്ചേരിയിൽ കുളിക്കാനിറങ്ങിയ 2 വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു. മാനന്തേരിയിൽ കാർ നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ച് സ്ത്രീക്ക് ദാരുണാന്ത്യം. CPM നേതാക്കൾക്കെതിരെയുള്ള ആരോപണം അന്വേഷിക്കണമെന്ന് സണ്ണി ജോസഫ് MLA. മനു തോമസിന്റെ വെളിപ്പെടുത്തൽ ഗൗരവതരം. കാര്യങ്ങൾ പാർട്ടിയിൽ ഒതുങ്ങില്ല. സർക്കാർ തല അന്വേഷണം വേണമെന്നും സണ്ണി ജോസഫ്. രാമപുരത്തെ ആസിഡ് ചോർച്ച. 10 നഴ്സിംഗ് വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ ചോർന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ്. സംഭവം മറ്റൊരു ടാങ്കറിലേക്ക് മാറ്റുന്നതിനിടെ. പറഞ്ഞ തുക മുഴുവനും ഉണ്ട്, വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെയായി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology,
അഡ്വാൻസ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂം, 5 നിലകൾ, 10,000 സ്ക്വയർ ഫീറ്റ് പാർക്കിംഗ്. മൈജി ഫ്യൂച്ചർ കണ്ണൂർ താണയിൽ. ഹോം അപ്ലയൻസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ, കിച്ചൺ അപ്ലയൻസ് എന്നിവയുടെ കണ്ണു തള്ളുന്ന കളക്ഷൻ, കണ്ണു തള്ളുന്ന വിലക്കുറവിലും ഓഫറുകളിലും. കണ്ണു തള്ളുന്ന ഷോപ്പിംഗ് എക്സ്പീരിയൻസുമായി മൈജിയുടെ ബിഗ്ഗസ്റ്റ് ഫ്യൂച്ചർ ഷോറൂം കണ്ണൂർ താണയിൽ. നമ്മുടെ കണ്ണൂരിന്റെ ഫ്യൂച്ചർ ഇനി വേറൊരു റേഞ്ച് ആവുകയാണ്. ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെയും ഇതുവരെ കാണാത്ത കളക്ഷനുമായി മൈജി ഫ്യൂച്ചർ ഇപ്പോൾ കണ്ണൂർ താണയിൽ. കണ്ണൂരിന്റെ കണ്ണു തള്ളും. ആഘോഷങ്ങൾ എന്നും ഓർമ്മിക്കപ്പെടേണ്ടവയാണ്. അതിനെ മനോഹരമാക്കാൻ ലോകം അംഗീകരിച്ച റെസ്പോൺസിബിൾ ജ്വല്ലറായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന സ്വർണ്ണ വിസ്മയം. വരൂ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നേതാജി റോഡ് ഷോറൂമിൽ നിന്നും ന്യൂ ബസ് സ്റ്റാൻഡ് താവക്കരയിലെ നവീകരിച്ച ഈ സ്വർണ്ണ ശേഖരത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ലോകോത്തര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭവത്തിനൊപ്പം 2% മുതൽ മേക്കിംഗ് ചാർജിൽ തുടങ്ങുന്ന ആഭരണങ്ങളുടെ ഏറ്റവും വലിയ നിര, കൂടാതെ മനസ്സിനിണങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ ലളിതമായ തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കാൻ ഗോൾഡൻ ബ്ലൂം, ഗോൾഡൻ ഗ്ലോ സ്കീമുകൾക്കൊപ്പം വിലയുടെ വെറും 3% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യമൊരുക്കി എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങൾക്കായി തുറന്നു പ്രവർത്തിക്കുന്നു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തയിലേക്ക്. രാമപുരത്ത് ആസിഡ് ടാങ്കറിൽ നിന്നും ചോർച്ചയെ തുടർന്ന് 10 പേർക്ക് ശ്വാസതടസ്സം. ഹൈഡ്രോക്ലോറിക് ആസിഡ് മറ്റൊരു ടാങ്കറിലേക്ക് മാറ്റുന്നതിനിടയിലാണ് ചോർച്ചയുണ്ടായത്. തുടർന്നാണ് സമീപത്തെ നഴ്സിംഗ് കോളേജിലെ 10 വിദ്യാർത്ഥികൾക്ക് ശ്വാസതടസ്സം നേരിട്ടത്. ഇവരിൽ 8 പേരെ പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ ആശങ്കപ്പെടേണ്ടതല്ല വിദ്യാർത്ഥികളുടെ ആരോഗ്യസ്ഥിതി എന്നാണ് വിവരം. രാവിലെയായിരുന്നു സംഭവം. ഇതേ തുടർന്ന് 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള വീടുകളിൽ നിന്നും ആളുകളെ അധികൃതർ മാറ്റിയിട്ടുണ്ട്. 8 വിദ്യാർത്ഥികളെ പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. 2 പേരെ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച വൈകുന്നേരമാണ് ടാങ്കർ ലോറിയിൽ നിന്നും ഹൈഡ്രോക്ലോറിക് ആസിഡ് ചോർന്നത്. കർണാടകയിൽ നിന്നും കൊച്ചിയിലേക്ക് പോവുകയായിരുന്ന ടാങ്കർ ലോറി പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിൽ പഴയങ്ങാടി രാമപുരം ഭാഗത്ത് എത്തിയപ്പോഴാണ് ആസിഡ് ചോർച്ചയുണ്ടായത്. ടാങ്കർ ലോറി സമീപത്തെ ഒഴിഞ്ഞ സ്ഥലത്തേക്ക് എത്തിച്ച് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴുക്കി കളയുകയായിരുന്നു. ഇന്ന് രാവിലെ മറ്റൊരു ടാങ്കർ ലോറി എത്തിച്ച് അതിലേക്ക് മാറ്റാനുള്ള ശ്രമത്തിനിടെയാണ് വിദ്യാർത്ഥികൾക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് വിദ്യാർത്ഥികളെ നാട്ടുകാരുടെ സഹായത്തോടെ സ്കൂൾ അധികൃതർ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ഇവരുടെ നില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. വിവരമറിഞ്ഞ് പയ്യന്നൂരിൽ നിന്നും ഫയർഫോഴ്സും പോലീസും സംഭവസ്ഥലത്ത് എത്തിയിരുന്നു. കാഞ്ഞിരോട് KMJ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കൗൺസിലിന്റെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു. കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ P. ഇന്ദിര ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇപ്പോഴുള്ള കുട്ടികൾ പഴയതുപോലെയല്ലെന്നും ക്ലാസുകളിൽ നിന്നും ലഭിക്കുന്ന അറിവിനേക്കാൾ ആധുനിക കാലഘട്ടത്തിലുള്ള കഴിവുകൾ പ്രയോജനപ്പെടുത്തുന്നവരാണെന്നും കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ P. ഇന്ദിര പറഞ്ഞു. കാഞ്ഞിരോട് KMJ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കൗൺസിലിന്റെ സ്ഥാനാരോഹണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഇന്ദിര. ജനാധിപത്യ രാജ്യം എന്ന് പറയുന്നത് നമുക്കറിയാം. ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭരണ സമൂഹം എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് എന്നെയും എന്റെ നാട്ടിലെ ജനങ്ങൾ ഡയറക്റ്റ് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിട്ടാണ്. അതേ ഒരു സംവിധാനമാണ് ഇന്ന് ഇവിടെ തെരഞ്ഞെടുപ്പിലൂടെ നിങ്ങളുടെ കൂടെയുള്ള കുട്ടികൾ, ഈ സ്കൂൾ പഠിക്കുന്ന കുട്ടികൾ ഓരോരുത്തരും നിങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടാണ് ഇവിടെ ആരാണ് വിജയിച്ചത് എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ ഒരു ഭരണ സംവിധാനം
നമുക്ക് ഇഷ്ടമുള്ളവരെ തെരഞ്ഞെടുക്കുക. നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ നമ്മുടെ ഈ പറയുന്ന ഭരണഘടനയെ ഊന്നിയിട്ടുള്ള സമത്വവും സ്വാതന്ത്ര്യവും സാഹോദര്യവും അത് നിലനിർത്തിക്കൊണ്ട് ഒരു നല്ല ഭരണ സംവിധാനം ഉണ്ടാകണമെങ്കിൽ നമുക്ക് നമ്മുടെ എല്ലാ രാജ്യത്തിനേക്കാളും നല്ല ഒരു ഭരണഘടന, ഏറ്റവും വലിയ എഴുതപ്പെട്ട ഒരു ഭരണഘടനയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഭരണ സംവിധാനം നിലനിൽക്കുന്ന ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ എന്ന് പറയുമ്പോൾ എനിക്കും നിങ്ങൾക്കും ഒക്കെ ഏറെ അഭിമാനിക്കാൻ ഭാഗം നൽകുന്ന ഒരു കാര്യമാണ്. മാനേജർ അഷറഫ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ കെ ഷാജി, അഹമ്മദ് നഷാദ്, നജീബ് കുനിയിൽ, PTA പ്രസിഡന്റ് PC ആഷിഫ്, മദർ PTA യു സാബിറ, UK നിവ്യ തുടങ്ങിയവർ സംസാരിച്ചു. അശാസ്ത്രീയമായ മാലിന്യ സംസ്കരണം. ചാലയിൽ ഫ്ളാറ്റുകൾക്ക് 5000 രൂപ പിഴ ചുമത്തി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അജൈവ മാലിന്യങ്ങൾ ഇൻസിനേറ്ററിൽ കത്തിച്ച നിലയിലാണ് സ്ക്വാഡ് കണ്ടെത്തിയിട്ടുള്ളത്. ചാലക്കുന്നിലെ PVS ക്ലാസിക്, PVS ഗ്രീൻ വാലി എന്നീ ഫ്ളാറ്റുകൾക്കാണ് പിഴ ചുമത്തിയത്. ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കണ്ണൂർ കോർപ്പറേഷൻ എടക്കാട് സോണൽ പരിധിയിൽ നടത്തിയ പരിശോധനയിലാണ് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഇൻസിനേറ്ററിൽ കത്തിക്കുന്നതായി കണ്ടെത്തിയത്. തുടർന്ന് ചാലക്കുന്നിലെ PVS ക്ലാസിക്, PVS ഗ്രീൻ വാലി എന്നീ ഫ്ളാറ്റുകൾക്ക് പിഴ ചുമത്തുകയായിരുന്നു. 5000 രൂപ വീതമാണ് പിഴ ചുമത്തിയിട്ടുള്ളത്. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതിയില്ലാതെ നിർമ്മിച്ച ഇൻസിനേറ്ററുകളാണ് മാലിന്യം കത്തിച്ചിരുന്നത്. പിഴ ചുമത്തി തുടർ നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ സ്ക്വാഡ് കണ്ണൂർ നഗരസഭാ കോർപ്പറേഷന് നിർദ്ദേശം നൽകി. ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ EP സുധീഷ്, എൻഫോഴ്സ്മെന്റ് ഓഫീസർ KR അജയകുമാർ, ഷെരീഖുൽ അൻസാർ, കണ്ണൂർ കോർപ്പറേഷൻ സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ അനീഷ് K എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു. SYS പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് SYS കണ്ണൂർ സോൺ നൈറ്റ് മാർച്ച് നടത്തി. SYS ജില്ലാ സെക്രട്ടറി നിസാർ അതിരകം ഉദ്ഘാടനം ചെയ്തു. ഹക്കീം ഫാളിമി മുഖ്യപ്രഭാഷണം നടത്തി. സജീർ സഖാഫി, മുസമ്മിൽ ചൊവ്വ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. ഇനി സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണ്ണവില ഗ്രാമിന് 10 രൂപ കൂടി. 1 ഗ്രാം സ്വർണം 6625 രൂപ, പവന് 53000 രൂപ, വെള്ളി 97 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലയിൽ അപകടം പതിവാകുന്നു. മാച്ചേരിയിൽ കുളിക്കാനിറങ്ങിയ 2 വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു. മാനന്തേരിയിൽ കാർ നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ച് സ്ത്രീക്ക് ദാരുണാന്ത്യം. CPM നേതാക്കൾക്കെതിരെയുള്ള ആരോപണം അന്വേഷിക്കണമെന്ന് സണ്ണി ജോസഫ് MLA. മനു തോമസിന്റെ വെളിപ്പെടുത്തൽ ഗൗരവതരം. കാര്യങ്ങൾ പാർട്ടിയിൽ ഒതുങ്ങില്ല. സർക്കാർ തല അന്വേഷണം വേണമെന്നും സണ്ണി ജോസഫ്. രാമപുരത്തെ ആസിഡ് ചോർച്ച. 10 നഴ്സിംഗ് വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ ചോർന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ്. സംഭവം മറ്റൊരു ടാങ്കറിലേക്ക് മാറ്റുന്നതിനിടെ. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.